വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ അബോർഷൻ്റെ സിംറ്റംസ് ആണ് കാണിക്കുന്നതെന്ന് ഡോക്ടർ പറയുമ്പോൾ ശ്യാമ ചോദിക്കുകയാണ്, അബോർഷനോ, എനിക്ക് അബോർഷൻ വേണ്ടാന്നും പറഞ്ഞ് ശ്യാമ അങ്ങ് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷേ വേദന ഉണ്ടെങ്കിൽ വീണ്ടും അങ്ങ് കിടക്കുകയാണ്. എനിക്ക് അബോർഷൻ വേണ്ട എന്ന് പറഞ്ഞ് കരയുമ്പോൾ മോളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് അത് ചെയ്തേ മതിയാവൂ, ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല എന്ന്, മോളുടെ ജീവൻ ആപത്താണ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ജീവൻ പോയാലും വേണ്ടില്ല, എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം എന്ന് ശ്യാമ അങ്ങ് പിടിവാശിയെടുത്ത് കരയുമ്പോൾ ഞങ്ങളെ ഒന്ന് മനസ്സിലാക്കുക കുട്ടി, മനസ്സിലാക്കുക. മോള് ഇനിയിപ്പോൾ മോളുടെ ജീവൻ കളഞ്ഞിട്ട് കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചാലും അതിന് കഴിയില്ല, കുഞ്ഞിൻ്റെ ജീവൻ ഇല്ലാതായി കഴിഞ്ഞു, അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എല്ലാ പ്രതീക്ഷകളും അങ്ങ് ശ്യാമയ്ക്ക് നഷ്ടമാവുകയാണ്. ഇതൊന്ന് ശ്യാമ അങ്ങ് പൊട്ടി കരയുകയാണ്. അന്നേരം ശ്യാമയ്ക്ക് വേദന എടുക്കുന്നുണ്ട്, പക്ഷേ കിടന്ന് കരയുകയും ചെയ്യുകയാണ്. അന്നേരം മോളുടെ ജീവൻ രക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്, ഇത് ചെയ്തേ മതിയാകും എന്ന് പറഞ്ഞ് ഒരുവിധം ഡോക്ടറും നഴ്സുമാരും ചേർന്നൊക്കെ ശ്യാമയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതേസമയം പുറത്ത് നിൽക്കുന്ന എല്ലാവരും അങ്ങ് ടെൻഷനിൽ നിൽക്കുകയാണ്. തുടർന്ന് ഒരു നഴ്സ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നഴ്സ് സിസ്റ്റർ എന്നിങ്ങനെ ശാരദാമ്മയെ ശാലിനിയെ വിളിക്കുന്നുണ്ടെങ്കിലും അവരത് കേൾക്കുന്നില്ല. അവർ പുറത്ത് നിൽക്കുന്നത് ശ്യാമയുടെ ബന്ധുക്കളാണെന്ന് അറിയില്ല എന്ന് തോന്നുന്നു. തുടർന്ന് വേറൊരു നഴ്സ് ഇങ്ങനെ വരുമ്പോൾ എവിടെയായിരുന്നു ഇത്രയും നേരം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കാഷ്വാലിറ്റിയിൽ എന്ന് പറയുമ്പോൾ അവിടെയാകുമ്പോൾ ജോലിയും ചെയ്യണ്ടല്ലോ, തിയേറ്ററിലാണെങ്കിൽ ആളില്ല, ഇപ്പോൾ വന്ന പേഷ്യൻറ്റിന് അബോർഷനാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും അന്തം വിട്ടുകയാണ്. എല്ലാവരും അത് കേട്ടിട്ട് അങ്ങ് ഷോക്ക് ആവുന്നുണ്ട്. തുടർന്ന് ആ നഴ്സുമാർ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി പോകുമ്പോൾ സത്യഭാമ ഇങ്ങനെ ചോദിക്കുകയാണ് വിഷ്ണുവിനോട്, എടാ ശ്യാമയ്ക്ക് അബോർഷൻ ആയെന്നോ, ആ കുഞ്ഞ് ജീവൻ പോയെന്നോ ഒന്നും പറഞ്ഞ് സത്യഭാമ അങ്ങ് ടെൻഷൻ ആവുകയാണ്. ശാരദാമ്മ അങ്ങ് പൊട്ടിക്കരയുകയാണ്. ശാലിനി, രോഹിത് അങ്ങ് നിശ്ചലമായിട്ട് തന്നെ നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട്, അല്ല അമ്മേ, അത് ശ്യാമയായിരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമ ആലോചിക്കുന്നുണ്ട്. ആ ജ്യൂസ് എടുത്ത് തറയിലേക്ക് ഒഴിച്ചതും, പിന്നെ സത്യഭാമ ശാലിനിയോട് ക്ഷമിക്കണമെങ്കിൽ ജ്യൂസ് തിരികെ ക്ലാസ്സിൽ കയറണമെന്ന് പറഞ്ഞതും, പിന്നെ ശ്യാമ അവിടെ വീണതും, പിന്നീട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതുമൊക്കെ ഈ കുഞ്ഞു ജീവൻ പോയിട്ട് ഈ സത്യഭാമ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭാമ ആകെ അങ്ങ് ടെൻഷൻ ആവുകയാണ്. അന്നേരം സത്യാമ്മയെന്നും പറഞ്ഞ് ശാലിനി അടുത്തേക്ക് വരികയാണ്. അന്നേരം പറയുന്നത്, അങ്ങോട്ട് മാറി നിൽക്കേടി, നീയാണ് നമ്മുടെ കുലം മൊത്തം മുടിക്കാനായിട്ട് വന്ന നശൂലൻ, നീയാണ് പറിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് വീണ്ടും വീണ്ടും പുറകെ വന്നിരിക്കുകയാണ്, നീ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്നും പറഞ്ഞ് ശാലിനി അങ്ങ് വഴക്ക് പറയുകയാണ്. അന്നേരം വിഷ്ണുവിനൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. സത്യഭാമ ആകെ ടെൻഷനിലുമാണ്. തുടർന്ന് ഭാമയ്ക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന പോലെ വരുമ്പോൾ വിഷ്ണു ആണെങ്കിൽ പിടിച്ചമ്മയെന്ന് പറഞ്ഞ് പിടിച്ച് ആ കസേരയിലേക്ക് ഇരുത്തുന്നുണ്ട്. പെട്ടെന്ന് അങ്ങ് ഭാമയുടെ ബോധം പോവുകയാണ്. തുടർന്ന് പ്രീതി ഓടി അമ്മയെന്നും പറഞ്ഞ് അടുത്തേക്ക് വരുന്നുണ്ട്. പ്രീതിയുടെ തോളിലേക്ക് തലചായ്ച്ചങ്ങ് സത്യഭാമ കിടക്കുകയാണ്. അവിടെ സത്യഭാമയ്ക്ക് ബോധം പോവുകയാണ്. ഒന്നും പറയാതെ ഒരക്ഷരം മിണ്ടാതെ നിശ്ചലമായി തന്നെ രോഹിത് അടുത്ത് നിൽപ്പുണ്ട്. പക്ഷേ ഇതെല്ലാം കണ്ട് സന്തോഷിച്ച് സുസ്മിത നിൽക്കുകയാണ്. ഈശ്വര, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, ഇതിപ്പോൾ ഗുഡ് ന്യൂസ് ഒന്നല്ല രണ്ടാണെന്ന് തോന്നുന്നു എന്ന് സത്യഭാമയുടെ കിടപ്പും കൂടി കണ്ടിട്ട് സുസ്മിത ഇങ്ങനെ ചിരിച്ചങ്ങ് പറയുകയാണ്. തുടർന്ന് അതേ ഹോസ്പിറ്റലിൽ തന്നെ സത്യഭാമയെ അഡ്മിറ്റ് ചെയ്യുകയാണ്. അവിടെ ശ്യാമയ്ക്ക് അബോർഷനൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പുറത്ത് ഇവരാരും അറിഞ്ഞിട്ടില്ല. അബോർഷൻ ചെയ്യണമെന്ന് മാത്രമേ അറിഞ്ഞുള്ളൂ. ചെയ്തു എന്നോ കുഞ്ഞിന് മരണം സംഭവിച്ചു എന്നോ ഒന്നും വെളിയിൽ ആരും അറിഞ്ഞിട്ടില്ല. അത് ഡോക്ടർ മാത്രമേ അറിയുന്നുള്ളൂ, ശ്യാമയോടുമേ പറയുന്നുള്ളൂ. തുടർന്ന് സത്യഭാമയെ അങ്ങ് ഡോക്ടർ പരിശോധിക്കുകയാണ്, ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതേസമയം സുസ്മിത അവിടെ എതിരായിട്ട് വന്ന് നിൽക്കുമ്പോൾ ഇവളെന്താ ഇവിടെയെന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ്. അന്നേരം എല്ലാം കണ്ട് സന്തോഷിക്കാനല്ല എന്തിനാന്നിങ്ങനെ ശാലിനി പറയുകയാണ്. തുടർന്ന് സത്യഭാമയുടെ പരിശോധിച്ച ശേഷം റൂമിൽ നിന്നും ഡോക്ടർ ഇറങ്ങി വരുമ്പോൾ ഡോക്ടർ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് എന്ന് വിഷ്ണു തിരക്കുകയാണ്. അന്നേരം BP കൂടിയതാണ്, നിലവിൽ കൺട്രോൾ ആണ്, ഹാർട്ട് പേഷ്യൻ്റ് ആണല്ലേ എന്ന് ചോദിക്കുകയാണ്. മരുന്നൊക്കെ കഴിക്കുന്ന ആളാണ് എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ വെച്ച് ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് നമുക്ക് രക്ഷിക്കാനായി, പക്ഷേ അല്പം കൂടി താമസിച്ചിരുന്നെങ്കിൽ ഉണ്ടാകില്ല എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുവും പ്രീതിയൊക്കെ അങ്ങ് വിഷമിക്കുകയാണ്. തുടർന്ന് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഡോക്ടറോട് വിഷ്ണു ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ആളിൻ്റെ മനോവിഷമം ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും പറയുകയോ കേൾക്കുകയോ ഒന്നും ചെയ്യരുത്, എപ്പോഴും സന്തോഷവതിയായിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ അന്തം വിട്ടേക്കുകയാണ്. തുടർന്ന് കുറച്ച് കഴിഞ്ഞ് പോകാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവുകയാണ്. അന്നേരം ഇത് എതിരിൽ നിന്ന് സുസ്മിത കേൾക്കുന്നുണ്ട്. അന്നേരം കുറച്ച് കഴിഞ്ഞ് എങ്ങോട്ട് പോകാമെന്നാണ്, ശ്യാമയുടെ കുഞ്ഞില്ല എന്നറിയുമ്പോൾ ആ തള്ളട്ടിയും ഇനി പിന്നെ മേലോട്ട് അങ്ങ് പോകും എന്നൊക്കെ പറഞ്ഞ് സുസ്മിതയെ സന്തോഷിച്ച് നിൽക്കുകയാണ്. ഇതേസമയം ശ്യാമയുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു എന്ന് അമ്മ അറിഞ്ഞാൽ എന്താകും എന്നിങ്ങനെ വിഷ്ണു ശാലിനിയോട് ചോദിക്കുകയാണ്. അന്നേരം ശ്യാമയുടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല എന്നിങ്ങനെ ശാലിനി പറഞ്ഞിട്ട് അമ്മയെ ഡോക്ടറോട് സംസാരിക്കാമെന്നും പറഞ്ഞിട്ട് ശാരദാമ്മയും കൂട്ടിക്കൊണ്ട് ശാലിനി പോവുകയാണ്. ഇതിനിടയ്ക്ക് സത്യഭാമ ആ ബോധം കെട്ട് വീഴുന്നതിന് മുമ്പേ വിഷ്ണു പറയുന്നുണ്ട്, അത് ശ്യാമയായിരിക്കില്ല, നമ്മുടെ ശ്യാമയല്ല എന്നൊക്കെ പറയുമ്പോൾ ഭാമ ചോദിക്കുന്നുണ്ട്, പിന്നെ വേറെ ഏത് പേഷ്യൻ്റിനാടാ കൊണ്ടുവന്നത്, ശ്യാമ തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു അല്ല എന്നിങ്ങനെ തറപ്പിച്ച് ഭാമയോട് പറയുകയാണ്. അതിനിടയ്ക്കാണ് സത്യഭാമയ്ക്ക് ബോധം പോകുന്നതൊക്കെ.
തുടർന്ന് അവർ ശ്യാമയെ അഡ്മിറ്റ് ചെയ്യുന്ന ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ആ വിൻഡോയിൽ കൂടി ശ്യാമയെ നോക്കുകയാണ്. ശാരദാമ്മയും ശാലിനിയൊക്കെ നോക്കുമ്പോൾ ശാരദാമ്മയും ആകെ വിഷമിക്കുന്നുണ്ട്. ശാലിനി ശ്യാമയുടെ കുഞ്ഞിന് എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ ഒന്നും സംഭവിക്കില്ല അമ്മയെന്ന് പറയുകയാണ്. തുടർന്ന് അകത്ത് നിന്ന് ഒരു നഴ്സ് ഇറങ്ങി വന്നിട്ട് ആരാ ശാലിനിയും ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാനാണെന്ന് പറയുമ്പോൾ ഡോക്ടർ വിളിക്കുന്നു എന്ന് പറയുകയാണ്. അന്നേരം അമ്മയും കൂടി വാന്നും പറഞ്ഞ് ശാരദാമ്മയെ വിളിച്ചുകൊണ്ടാണ് ശാലിനി അതിനകത്തേക്ക് കയറുന്നത്. അകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഡോക്ടറുണ്ട്. ശ്യാമയാണെങ്കിൽ കട്ടിലിൽ മുഖം ഇങ്ങനെ കുനിച്ചിരുന്ന് അങ്ങ് കരയുകയാണ്. അന്നേരം ശാലിനി അടുത്ത് ചെന്ന് മോളെ ശ്യാമയെന്ന് ഇങ്ങനെ പറഞ്ഞ് പിന്നെ തോളിലിങ്ങനെ കൈവയ്ക്കുമ്പോൾ പൊട്ടി കരഞ്ഞുകൊണ്ട് കുഞ്ഞേച്ചി എന്നും പറഞ്ഞങ്ങ് ശാലിനിയെ കെട്ടിപ്പിടിച്ചങ്ങ് ശ്യാമ കരയുകയാണ്. അന്നേരം എന്താ 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 മോളെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാരദാമ്മയും ചോദിക്കുന്നുണ്ട്. തുടർന്ന് ഡോക്ടർ പറയുന്നുണ്ട് അബോർഷനായി ശാലിനി എന്ന് പറയുമ്പോൾ ശാരദാമ്മ അങ്ങ് അന്തം വിടുകയാണ്. ശാലിനിയും അങ്ങ് ഇല്ലാതാകുന്നുണ്ട്. തുടർന്ന് അത് സംഭവിച്ചു പോയി എന്നിങ്ങനെ പറയുകയാണ് ഡോക്ടർ. അന്നേരം ശ്യാമയെ സമാധാനിപ്പിക്കാൻ എന്നോണം പറയുന്നുണ്ട്. എവിടെ നിന്നോ ധൈര്യം കൈവരിച്ച് പറയുന്നുണ്ട് മോളെ സംഭവിച്ചു പോയി, അത് നമുക്ക് തിരുത്താനായിട്ട് സാധിക്കില്ല, അതിനോട് നമ്മൾ പൊരുത്തപ്പെട്ടേ മതിയാകൂ, ഇനി നിനക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ നീ അതുമായിട്ട് പൊരുത്തപ്പെടും എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമ പറയുകയാണ് അതിനുള്ള ഭാഗ്യം പോലും എനിക്ക് തന്നില്ലല്ലോ കുഞ്ഞേച്ചി എന്നും പറഞ്ഞ് വീണ്ടും ശാലിനിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അന്നേരം എന്താ 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 മോളെ എന്നിങ്ങനെ എന്താ ശാലിനി എന്നിങ്ങനെ ശാരദാമ്മയും ഒക്കെ ചോദിക്കുന്നുണ്ട് സംഭവം എന്താണെന്ന് അറിയാതെ. അന്നേരം വീണ്ടും ഡോക്ടർ പറയുകയാണ് ശ്യാമയ്ക്ക് ഇനി ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനായിട്ട് സാധിക്കില്ല, ജന്മനാ തന്നെ ശ്യാമയുടെ ഗർഭാശയത്തിന് കട്ടി കുറവാണ്, അതുകൊണ്ടാണ് ചെറിയൊരു വീഴ്ചയിൽ തന്നെ ഇങ്ങനെ സംഭവിച്ചത്. 10 മാസം ഒരു കുഞ്ഞിനെ വയറ്റിലിട്ട് പ്രസവിക്കാനായിട്ട് ശ്യാമയ്ക്ക് സാധിക്കില്ല, ചില സ്ത്രീകൾക്ക് ഇങ്ങനെ ഉണ്ടാകാറുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം എല്ലാവരും അങ്ങ് ഷോക്കാവുകയാണ്. ശ്യാമയും അങ്ങ് കരയുന്നുണ്ട്. സത്യാമ്മ എന്തുമാത്രം ആഗ്രഹിച്ചതാണ്, പക്ഷെ എനിക്ക് കഴിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ശ്യാമയുടെ സങ്കടം കണ്ടിട്ട് ഡോക്ടർക്കും ശാലിനിക്കും ശാരദാമ്മയ്ക്കും ഒന്നും സഹിക്കാനേ പറ്റുന്നില്ല. രോഹിത്തൊക്കെ എന്തുമാത്രം ആഗ്രഹിച്ചതാണ്, വീടും ഒക്കെ ഒരുങ്ങിയതല്ലേ എൻ്റെ രാജകുമാരനെ സ്വീകരിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ശ്യാമ അങ്ങ് കരയുകയാണ്. ഇനി ആ വീട്ടിലേക്ക് ഞാൻ എങ്ങനെ കയറി ചെല്ലും, ഒരു കുഞ്ഞിനെ കൊടുക്കാനായിട്ട് എനിക്ക് സത്യാമ്മയ്ക്കോ രോഹിത്തിനോ ഒരു കുഞ്ഞിനെ കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുമോ, സ്വന്തം കുഞ്ഞിനെ അടക്കി ഒരു ശവപ്പറമ്പായി മാറിയില്ലേ എൻ്റെ ശരീരം എന്നൊക്കെ പറയുമ്പോഴും അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കുക എന്നൊക്കെ പറയുകയാണ് ശാരദാമ്മയെ ശാലിനി. അങ്ങനെ ഞാൻ എങ്ങനെയാണ് ആശ്വസിക്കേണ്ടത്, ഇനി എനിക്ക് ഒരു കുഞ്ഞിനെ കിട്ടില്ലല്ലോ, എന്നെ റാണി പോലെയല്ലേ അവർ നോക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയാത്ത എൻ്റെ ശരീരം ഈ ചണ്ടി ഞാനങ്ങ് ഉപേക്ഷിക്കുകയാണ്, എനിക്ക് ജീവിതം വേണ്ട എന്ന് പറഞ്ഞിട്ട് ശ്യാമ ഇങ്ങനെ ചുറ്റും കണ്ണോടിക്കുകയാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആ കത്രികയും അതൊക്കെ കാണുമ്പോൾ ശ്യാമ ഇങ്ങ് ചാടി എഴുന്നേറ്റ ശേഷം ആ കത്രിക അതിൽ നിന്നൊരു ബ്ലേഡ് എടുത്തതിന് ശേഷം തൻ്റെ വയറ്റിലേക്ക് എങ്ങ് കുത്താനായിട്ട് പോവുകയാണ്. അത്രേ കാണിക്കുന്നുള്ളൂ. ശാരദാമ്മയും ശാലിനിയും കൂടി അങ്ങ് നിലവിളിക്കുകയാണ് ശ്യാമ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട്. പക്ഷെ അത് കറക്റ്റ് കാണിക്കുന്നില്ല. അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പക്ഷേ തമിഴ് എപ്പിസോഡിൽ കാണിക്കുന്നത് വെച്ചാൽ ശാലിനി ഈ ശ്യാമയുടെ വിവരം പുറത്തൊന്നും അറിയിക്കാതെ ശാലിനി തൻ്റെ കുഞ്ഞിനെ ശ്യാമയ്ക്ക് കൊടുക്കാനുള്ള ഒരു ഇതാണ് കാണിക്കുന്നത്. പക്ഷേ ഇതിലും അങ്ങനെയാണോ എന്ന് അറിയില്ല. നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.